This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ, തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. Welcome to Kingdom and Glory of God. ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സെങ്കിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവരാജ്യമെന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഭരണം എന്നർത്ഥം. ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതകളെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി, ദൈവത്തിൻ്റെ രാജ്യം ഒരു വ്യക്തിയിൽ ആരംഭിക്കുന്നു. ഒരുവൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ അംഗീകരിച്ച് ദൈവീക ഭരണത്തെങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെ ദൈവത്തിൻ്റെ രാജ്യമാണ്. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ഭരണങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും വാഴ്ചകൾക്കും കർത്തൃത്വങ്ങൾക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം, അതായത് ഭൂമിയുടെ ഭരണം, പിതാവാം ദൈവത്തെ തിരികെ ഏൽപ്പിച്ച് ഈ ഭൂമിയുടെ മുഖച്ഛായ തന്നെ മാറ്റി ഇതിനെ നവീകരിച്ച് 1000 വർഷത്തേക്ക് തൻ്റെ ഭരണം ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ ദൈവരാജ്യം ആക്ഷരികമായി ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ആകാശത്തെയും ഭൂമിയെയും നീക്കം ചെയ്ത് ഒരു പുതിയ ഭൂമിയും ആകാശവും സൃഷ്ടിച്ച് ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും സ്ഥിരവുമായിരിക്കുന്ന പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് ദൈവവും മനുഷ്യനും ഒരുമിച്ച് വാസം ആരംഭിക്കുമ്പോൾ നിത്യരാജ്യം സമ്പൂർണമായി പ്രത്യക്ഷമാകും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ്സും പ്രാപിക്കുവാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവ തേജസ്. ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവ സാന്നിധ്യമാണ് ദൈവ തേജസ്. The glory of God means the visible, tangible and the audible presence of God.
ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവത്തിൻ്റെ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ലഭിക്കുവാനിരിക്കുന്ന സവിശേഷമേറിയ പ്രതിഫലങ്ങളും പുതിയ ജെറുസലേമിൽ പ്രാപിക്കുവാൻ പോകുന്ന മനോഹരമേറിയ പാർപ്പിടങ്ങളും അവൻ്റെ യഥാർത്ഥമായ അവകാശമോ അനുഗ്രഹമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അവകാശവും അനുഗ്രഹവും സ്വർഗത്തിലെ പിതാവാം ദൈവമാണ്, അവൻ്റെ തേജസ്സാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ മറ്റെല്ലാ ഉപദേശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും വെളിപാടുകളെ അടിസ്ഥാനമാക്കിയാണ്. വീണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ദൈവരാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിങ്കിലേക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 81 എപ്പിസോഡുകളിലായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തിരിച്ചറിയണമെങ്കിൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരിക്കണം. മനുഷ്യൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ച് അവനെതിരെ പാപം ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള നിത്യമായ വേർപാടും ദൈവജീവൻ അനുഭവിക്കുവാൻ കഴിയാത്ത അവസ്ഥയ്ക്കാണ് വിശുദ്ധ വേദപുസ്തകം നിത്യമരണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവജീവൻ്റെ പൂർണ്ണതയായ തേജസ്സു കൂടാതെ മനുഷ്യൻ അപൂർണനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിൽ നിറയുന്നില്ലെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രനാണ്. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ദേഹിയിൽ ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ തകർച്ചകളുണ്ട്, മുറിവുകളുണ്ട്. ഭയം, ദുഃഖം, നിരാശ തുടങ്ങി സകലവിധ നിഷേധാത്മക വികാരങ്ങളാലും അവൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കും. ദൈവം തൻ്റെ ജീവൻ്റെ പൂർണ്ണതയായ തേജസ്സിനാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ നിറയുന്നില്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൽ ദ്രവത്വമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പകരക്കാരനായി ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ ക്രൂശ് മരണം മുഖാന്തരം മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി പാപത്തിൻ്റെ ശിക്ഷയായ നിത്യമരണത്തിൽ നിന്നും അവരെ രക്ഷിച്ച് തൻ്റെ ജീവനെയും ആത്മാവിനെയും അവർക്ക് ദാനമായി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ്റെ ആത്മാവിലേക്ക് ദൈവജീവനും ദൈവത്തിൻ്റെ ആത്മാവും പ്രവേശിച്ച് അവനെ ദൈവത്തിൽ നിന്നും ജനിപ്പിച്ച് ദൈവത്തിൻ്റെ മകനാക്കി തീർത്തിരിക്കുന്നു. ഇനി ഓരോ നിമിഷവും ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് അവനൊരു വളർച്ചയുണ്ട്. എങ്ങനെയാണ് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുന്നത്? യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അതായത് ഓരോ വിശുദ്ധ തിരുവെഴുത്തുകളും ദൈവജീവനാലും ആത്മാവാലും നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. വചനം ഒരുവനിലേക്ക് പ്രവേശിക്കുമ്പോൾ വചനം ജീവനായി മാറ്റപ്പെടുന്നു, ആത്മാവായി തീരുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിച്ച് ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് വളരുവാൻ വേണ്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ആദമിൻ്റെ മുമ്പാകെ ജീവൻ നൽകുന്ന വൃക്ഷവും അറിവ് നൽകുന്ന വൃക്ഷവും ഉണ്ടായിരുന്നു. ആദം ജീവനെ ത്യജിച്ച് ജ്ഞാനത്തെ തിരഞ്ഞെടുത്തു. ഇന്നും ദൈവത്തിൻ്റെ ജനം ആദം ചെയ്ത അതേ പാപം വിശുദ്ധ വേദപുസ്തകം തുറക്കുമ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും പഠിപ്പിക്കുന്നതും ജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണോ അതോ കേവലം ജ്ഞാനം പ്രാപിക്കുവാൻ വേണ്ടിയാണോ?
സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം തുടങ്ങിയാണ് നാം പഠനം ആരംഭിച്ചത്. ദൈവവചനങ്ങൾക്ക് ഏറെ ശ്രദ്ധ കൊടുക്കണം. വചനം നിരന്തരമായി വായിക്കണം. അവ നിരന്തരമായി ധ്യാനിക്കണം. ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കണം. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിക്കണം. നാം എന്താണ് കേൾക്കേണ്ടത്? ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ആത്മീക അഭിവൃദ്ധിയിലേക്ക് വളർത്തിയെടുക്കുന്ന, ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ നമ്മെ സഹായിക്കുന്ന, തികഞ്ഞ പുരുഷത്വത്തിലേക്ക് ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കുവോളം വളർത്തിയെടുക്കുന്ന, ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരുവാൻ നമ്മെ സഹായിക്കുന്ന, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന, സ്വയത്തെ ത്യജിച്ച് താൻ്റെ ക്രൂശെടുത്ത് സമ്പൂർണ്ണ സമർപ്പണത്തിൽ യേശു കർത്താവിനെ അനുഗമിക്കുവാൻ നമ്മെ സഹായിക്കുന്ന, ആത്മാദേഹി ദേഹത്തിൻ്റെ സമ്പൂർണ്ണ വിശുദ്ധീകരണം സാധ്യമാക്കുന്ന, പാപത്തിൻ്റെ മീതെ, ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും മോഹങ്ങളുടെ മീതെ, പിശാചിൻ്റെ സകല തന്ത്രങ്ങളുടെയും പരീക്ഷകളുടെയും മീതെ ജയാളികളാക്കി തീർത്ത് യേശു ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാക്കി തീർക്കുവാൻ ശക്തിയുള്ള ദൈവവചനങ്ങൾക്ക് നാം ഏറെ പ്രാധാന്യം കൊടുക്കണം. 4-ാം അധ്യായം 22-ാം വാക്യമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. ദൈവത്തിൻ്റെ വചനം ഒരുവന് കിട്ടിയെങ്കിൽ മാത്രമേ അതവന് ജീവനായി തീരുന്നുള്ളൂ. എങ്ങനെയാണ് വചനം കിട്ടുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട 8 പോയിൻറ്റ്സുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തേത്, ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിലും ബുദ്ധിയിലും സ്വതന്ത്രമാക്കുക എന്ന വിഷയമാണ്. പരിശുദ്ധാത്മാവ് ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തന്നെങ്കിൽ മാത്രമേ നമ്മുടെ ബുദ്ധിയിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിപ്പാൻ കഴിയുകയുള്ളൂ. രൂപാന്തരപ്പെടാത്ത, പണിയപ്പെടാത്ത മാനുഷിക ബുദ്ധിക്ക് ആത്മീയ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ തടസ്സമുണ്ട്, അത് ഗ്രഹിക്കുവാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ദൈവം തൻ്റെ ആത്മാവിനെ പകർന്ന് അവൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ യേശു ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാർക്ക് ഓർമ്മപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവ് വന്ന് യേശു കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശിഷ്യന്മാർക്ക് ഓർമ്മ കൊടുത്തപ്പോൾ എഴുതപ്പെട്ടതാണ് 4 സുവിശേഷങ്ങൾ. തുടർന്ന് പരിശുദ്ധാത്മാവ് അവരെ സകല സത്യത്തിലും വഴി നടത്തി ദൈവത്തിൻ്റെ വചനങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ തുടങ്ങി വെളിപാട് വരെയുള്ള പുസ്തകത്തിലെ എഴുത്തുകൾ. പരിശുദ്ധാത്മാവാണ് വചനം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പരിശുദ്ധാത്മാവാണ് വചനം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ഓരോ വചനങ്ങളും അവൻ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോ വചനങ്ങളും നമുക്ക് വെളിപ്പെടുത്തി നമുക്ക് ജീവനാക്കി തീർക്കുകയാണ്. യോഹന്നാൻ എഴുതി 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 27-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. നാം ദൈവത്തിൽ നിന്ന് ഒരഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അധിവസിക്കുന്നു. അത് ദൈവരാജ്യത്തിൻ്റെ പ്രകൃത്യാതീതമായ ശുശ്രൂഷകൾ നമ്മിലൂടെ ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ അധിവസിക്കുന്നു. ആത്മാവിൽ അധിവസിച്ചുകൊണ്ട് അനേകമായ കാര്യങ്ങൾ അവൻ നമ്മുടെ അകത്ത് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ച്, വചനം നമുക്ക് വെളിപ്പെടുത്തി ജീവനാക്കി തീർത്ത് ആ വചനത്തിൽ നമ്മെ നടത്തുക എന്നുള്ളത്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങളെല്ലാവരും തിരിച്ചറിയണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ അധിവസിക്കുന്നു.
അകത്ത് വസിക്കുന്ന ആത്മാവിൻ്റെ ശുശ്രൂഷകൾ നമുക്ക് വ്യക്തമായി തിരിച്ചറിയണം. ആരും നിങ്ങളെ പഠിപ്പിക്കാൻ ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ അകത്ത് വസിക്കുന്നത് കൊണ്ട് ഇനി മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് വചനം വ്യക്തമാക്കുകയാണ്. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കുകയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. നമ്മുടെ അകത്തു വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അവിടെ വ്യക്തമാക്കുന്നത് സകലവും, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്കാവശ്യമായ സകല കാര്യങ്ങളും നമ്മുടെ അകത്തു വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. അത് സത്യമാണ് എന്ന് വചനം പറയുകയാണ്. അതായത് നമ്മുടെ അകത്തു വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് യഥാർത്ഥ ഉപദേഷ്ടാവ്, യഥാർത്ഥ അധ്യാപകൻ. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും, ഒരു ദൈവദാസനും പരിശുദ്ധാത്മാവിന് പകരമായി തീരുവാൻ കഴിയത്തില്ല. അവനാണ് സത്യ ഉപദേഷ്ടാവ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, പിന്നെ താങ്കൾ എന്താണ് ചെയ്യുന്നത്? യെസ്, ഞാനും നിങ്ങളെ വചനം പഠിപ്പിക്കുകയാണ്. ദൈവം തൻ്റെ സഭയിൽ 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, ഉപദേഷ്ടാവ്. ആ 5 തരത്തിലുള്ള ശുശ്രൂഷകൾ ദൈവം സഭയിലാക്കി വച്ചിരിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അതിൽ ഒരു ശുശ്രൂഷയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഉപദേഷ്ടാവിൻ്റെ, അധ്യാപകൻ്റെ ശുശ്രൂഷ. പക്ഷെ ഏതൊരു അധ്യാപകനും പരിശുദ്ധാത്മ നിറവിൽ മാത്രമേ പഠിപ്പിക്കുവാൻ അവകാശമുള്ളൂ. അവൻ പഠിപ്പിക്കും മുമ്പ് പരിശുദ്ധാത്മാവിൽ നിന്നും പ്രാപിച്ചിരിക്കണം. പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തി കൊടുക്കാത്ത വചനങ്ങൾ, അവൻ്റെ അകത്ത് ജീവനാകാത്ത, ആത്മാവാകാത്ത വചനങ്ങൾ, അവൻ്റെ അകത്ത് ഫലം കായ്ക്കാത്ത വചനങ്ങൾ പഠിപ്പിക്കുവാൻ ഒരു ഉപദേഷ്ടാവിനും അധികാരമില്ലെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല, ഞാൻ നിങ്ങളോട് പറയുന്ന എല്ലാ വചനങ്ങളും പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വചനങ്ങളാണ്. അതെന്നിൽ ജീവനായി തീർന്ന വചനമാണ്. എന്നിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന വചനങ്ങളാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു അറിവ് മാത്രമാണ്, ഒരു ഇൻഫോർമേഷൻ മാത്രമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്ക് വെളിപാടാണ്, ജീവനാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ നിങ്ങൾക്ക് അതൊരു അറിവ് മാത്രമാണ്, ഒരു ഉപദേശം മാത്രമാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കേൾക്കുന്ന അറിവുകൾ സ്വീകരിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ അടുക്കൽ ചെന്ന് അത് നിങ്ങൾക്ക് വെളിപാടാക്കി തീർക്കണം, ജീവനാക്കി തീർക്കണം, ജീവിതത്തിൽ അനുഭവമാക്കി തീർക്കണം. എൻ്റെ പഠിപ്പിക്കലിൻ്റെ പരിമിതി എന്താണ്? എനിക്ക് നിങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ അറിവ് തരുവാനേ കഴിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ വചനത്തെ വെളിപ്പെടുത്തി നിങ്ങൾക്ക് ജീവനാക്കി തരുവാൻ കഴിയുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന അധ്യാപകന് നിങ്ങൾ സമ്പൂർണ്ണമായി വിധേയപ്പെടണം. മറ്റുള്ള വ്യക്തികളിൽ നിന്നും കേൾക്കുന്നതിലുപരിയായി, മറ്റനേകമായ പുസ്തകങ്ങൾ വായിച്ച് അറിവ് സമ്പാദിക്കുന്നതിലും ഉപരിയായി, ഓരോ നിമിഷവും നിങ്ങളുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിച്ചാൽ ഓരോ വചനങ്ങളും അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. അവനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്ന് വചനം വ്യക്തമാക്കിയിരിക്കുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം
അതിൻ്റെ 13-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അത് ഞങ്ങൾ മാനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അപ്പോസ്തലന്മാരുടെ അകത്ത് ദൈവാത്മാവ് താമസം ആരംഭിച്ച് ദൈവത്തിൻ്റെ വചനങ്ങൾ അവരെ ഉപദേശിക്കുവാൻ തുടങ്ങി, പഠിപ്പിക്കുവാൻ തുടങ്ങി. അതാണ് ലേഖനങ്ങളിലൂടെ അപ്പോസ്തോലിക ഉപദേശങ്ങളായി നാം ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം അത് ആവർത്തിക്കുകയാണ്. പ്രാകൃത മനുഷ്യൻ, ലോകമനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം, പഠിപ്പിക്കലുകൾ സ്വീകരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ്. 25-ാം സങ്കീർത്തനം 8-ാം വാക്യം തുടങ്ങി 14-ാം വാക്യം വരെ വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അത് പരിശുദ്ധാത്മാവിലൂടെയാണെന്ന് നാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. 25-ാം അധ്യായം 8-ാം വാക്യം അവസാന ഭാഗം പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. 9-ാമത്തെ വാക്യം അവസാന ഭാഗം, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു എന്ന് രേഖപ്പെടുത്തുകയാണ്. 12-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവന് കാണിച്ചു കൊടുക്കും. 14-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. ദൈവം തന്നെ അന്വേഷിക്കുന്ന ജനത്തിന് തൻ്റെ വചനത്തെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 29-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. യേശു കർത്താവ് തൻ്റെ വചനം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ആത്മാവിലാക്കി വച്ചിരിക്കുന്നത് സകല സത്യത്തിലും നമ്മെ വഴി നടത്താൻ വേണ്ടിയാണ്. വചനം നമുക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാണ്. വചനം നമുക്ക് പഠിപ്പിച്ചു തരുവാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ വചനം കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ
ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്. അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ നിൻ തേജസ്സിൻ